ഇത് സ്വയംവര സിൽക്സ് ആൻഡ് ക്ലോസ് അപ്പ് കോപ്പർസൺസ്. ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. Blockbuster partner Maichi, co-powered by Dr. Mom's Khairali TMG. Cosmetic partner Dazzler Etena. Breakfast partner Eastern and Electronics partner Pittapillil Agencies. Yay! അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിശിഷ്ടാതിഥികളെ പരിചയപ്പെടാം. ഇവിടെ തന്നെ തുടങ്ങാം. നമസ്കാരം കൃഷ്ണപ്രിയ ഹേമന്ത്. ഹായ് ഹേമന്ത്. ഹായ് മാത്തു. കൃഷ്ണപ്രഭയായിട്ട് ഒരുപാട് കഥകളുണ്ട് പറയാൻ. കൃഷ്ണപ്രഭ തന്നെ പറഞ്ഞു തുടങ്ങും. അതായത് എനിക്ക് കുറച്ച് ഷെയറിംഗ് മെന്റാലിറ്റി കൂടുതലുള്ള ഒരാളാണ്. എന്ത് കിട്ടിയാലും ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. ഞങ്ങളുടെ ആദ്യത്തെ ഒരു അമേരിക്കൻ ട്രിപ്പ് ഉണ്ടായിരുന്നു. യുനോ അമേരിക്ക. ഓക്കെ, അവിടെ പോയിട്ട് US$. ഞങ്ങൾ $. ഇട്ട് ഇങ്ങനെ അമ്മാനം ആടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു. ഞാനത് അതേപടി കലേഷേട്ടനെ ഏൽപ്പിച്ചു. ഷെയറിംഗ് മെന്റാലിറ്റി. ഇനി ഇതേപോലെ ഹേമന്തിന് എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ടോ? ഞാൻ കൃഷ്ണ ഒരുമിച്ച് US പോയിട്ടുണ്ടായിരുന്നു. ഷോക്ക് വേണ്ടിയിരുന്നു. ഇതുപോലെ വേറെ ഷോക്ക് വേണ്ടിയിരുന്നു. അന്ന് അവള് ഒരു സാധനം പുറത്തു കൊടുത്തിട്ടില്ല. ഒരു ചാക്ക് കൊണ്ടാവും ഷോപ്പിങ്ങിന് പോകുന്നത്. ഇവിടെ അമ്മയും കൂടെ വലിയ ചാക്കുണ്ട്. ഒരു ചാക്കോട് പുറത്തു പോകും. ചാക്ക് നിറച്ചു വരും, റൂമിൽ കൊണ്ടുവയ്ക്കും. ഇത്രയും സാഹസങ്ങൾ കാണിക്കുന്ന ഒരാളെ പിന്നെയും കൂടെ നിർത്തി എന്തിനാണ് മകനെ എന്നോട് ചുമ്മാ വന്നിട്ട് കൂടാ പറഞ്ഞു. ഞാൻ ശരിയാ വരാന്ന് പറഞ്ഞു. ഒരു പ്രതീക്ഷിച്ചില്ല. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. പ്രേക്ഷക മനസ്സുകളിൽ ഏറ്റവും ഉയരമുള്ള താരം സൂരജ്. ഈ അടുത്ത കാലത്ത് സൂരജ് ഒരു അത്ഭുതം കാണിച്ചത്, സൂരജ് ഡ്രൈവ് ചെയ്യുന്ന പടം ഇട്ടേക്കുന്നു. പാട്ടം കേട്ടിട്ട് എന്റെ പോലെ എനിക്ക് രോമാഞ്ചം അടിച്ചു പോയി. അല്ല, അത് മാത്രല്ല, പലപ്പോഴും എന്താ പറയാ, നമ്മുടെ സ്ക്രീനിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു മുഖം കൂടിയുണ്ട്. അതായത് ഒരു റോബോട്ട് എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്നതെന്ന് പ്രേക്ഷകരെല്ലാവരും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടായിരുന്നു. അതിന്റെ പിന്നിൽ ഈ സൂരജാണ്. സൂരജും കൂടിയാണ് നടന്നതെന്നുള്ള കാര്യം ഇപ്പോഴും ആൾക്കാർക്ക് അറിഞ്ഞൂടാ അല്ലെ? പല ആൾക്കാർക്കും. ഹരിതയെ കണ്ടു കഴിഞ്ഞാൽ ഹരിതാപ എന്നൊക്കെ പറഞ്ഞ് പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇടുന്നതാണ്. ഹരിതാമയല്ല, ഹരിതാമ്പ. എന്റെ പൊന്നോ, ഹരിതയെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ടീം ബി സൂരജ് ആൻഡ് ഹരിത. ഇനി അപ്പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ അപ്പുറത്തേക്ക് കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറയുമ്പോ തന്നെ നമുക്കൊരു ഒരു കിലുക്കം കേൾക്കും. അത് നാഗവല്ലിയുടെ കിലുക്കമാണോ എന്ന് നമ്മൾ സംശയിക്കും. ചിലങ്ക. മാത്തു, ചിലങ്കയ്ക്ക് ശരിക്കും മുടിയുണ്ട്. മണിയുള്ള ചിലങ്ക എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അധികം മുടിയുള്ള ചിലങ്ക. എന്തായാലും ചിലങ്ക, വെൽക്കം ടു ദി ഷോ. അരുൺ പിന്നെ നമ്മുടെ സ്വന്തം ആളാണ്. നമ്മൾ കൂടെ കാണുന്ന കക്ഷിയാണ്. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും സൗമ്യമായ മുഖങ്ങളിലൊന്നും. നമസ്കാരം. നമസ്കാരം. ഒരു വലിയ കൊറോണ കഴിഞ്ഞിട്ട് വന്നേക്കാണെന്ന് പറഞ്ഞു. അതെ. എങ്ങനെയായിരുന്നു കൊറോണ? അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. യെസ്. അപ്പൊ എന്തായാലും 6 പേരും കട്ടക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നമ്മുടെ മത്സരം ഒന്ന് കൊഴുക്കും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. നമുക്ക് തുടങ്ങിയാലോ? രേഷ്മ, ഇപ്പൊ ആരെങ്കിലും പുറത്തുനിന്ന് കാണുമ്പോ മീനാക്ഷി അല്ലേ എന്ന് ചോദിച്ചു? പുറത്തുനിന്ന് കാണുമ്പോ പെട്ടെന്ന് ആൾക്കാർക്ക് എന്നെ മനസ്സിലാവാൻ പറ്റണില്ല. മാസ്ക് അതൊന്നത്. പിന്നെന്ന് പറയുമ്പോ എന്റെ മുഖം ഇങ്ങനെയൊന്നല്ലല്ലോ, ഇതൊക്കെ മേക്കപ്പാണല്ലോ. അപ്പൊ എനിക്ക് നിന്റെ മുഖം ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കട്ടെ. രേഷ്മ പാടാൻ പോവാണ്. രേഷ്മ പാടി കഴിഞ്ഞിട്ട് പാട്ട് കെട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബസറമർത്തി കഴിഞ്ഞാൽ കൃത്യം 10 സെക്കൻഡിന്റെ ഉള്ളിൽ അത് പാടുക. അത് ഇൻ കേസ് പാടാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആള് ഒരിക്കലും കയറി പാടാനായിട്ട് ചെയ്യരുത്. ഓക്കെ, റെഡി? അപ്പോ ആദ്യത്തെ പാട്ട്. ആലമ്പിളി ചെണിയ തുമം കരുകൂദ്യ ആരത് നവനേരെ അടത്ത കാക്കാൾ ബംഗുറുക്കു ചുണിയ കുണ്ടുക്കോ നംഞാരാ. സൂരജ് 10 9 എന്നോട് ഇങ്ങനെ 8 ഇനി പാടുന്നില്ല. 7 6 5 4 3 2 1. ടൈം ഔട്ട്. ടീമേ പട്ടാളം. ഫസ്റ്റ് 10 9 9 8 7 6 5 വെണ്ണക്കല്ലിൽ മിന്നിക്കൊത്തി നിന്നെ പൂത്തിങ്കൾ നക്ഷത്ര പക്ഷി.
ബാത്തു ഡാൻസ് കളിച്ചപ്പോ കലേഷന്റെ മുഖം ഒന്ന് കാണണേ മൊത്തം ഇറങ്ങി വിടും. അതെന്താന്ന് വെച്ചാലേ എന്റെ കോസ്റ്റ്യൂം അവൻ ഇട്ടിട്ടാ തയ്ച്ചേക്കുന്നേ. ശരിക്കുണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞാലും നമ്മുടെ പെട്ടലിയുടെ വാരിയിട്ട്. അടുത്ത പാട്ട്. നമുയാരുയോ ഇനവലമയ കിഴിയോ നമുയാരിലയോ നവനമത ഇഴിയ 10 9 8 7 6 5 വീണ്ടും അതല്ലേ നമുക്ക് ഈസി പാട്ടൊന്നും പറ്റത്തില്ല, പാടണോ? ഓക്കെ, അപ്പൊ എന്തായാലും ടീം സി ഏറ്റവും ആദ്യമായിട്ട് പോയിന്റ് നേടിയിരിക്കുന്നു. അടുത്ത പാട്ടിലേക്ക് പോവാം. രേഷ്മ. വിന്ദു ബിഞ്ഞൂലി മലാക്ക റിയൽ നേ വേണ്ടേടി ചുതകയേതൽ ബിന്ദു ബിലാക്കഞ്ഞുലീമാ 10 9 8 7 6 5 മേഘം പൂത്തു നടന്നു ഇതിന്റെ സ്റ്റെപ്പിലുണ്ടോ? ടീം എ തന്നെ മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ടീം സി ചെറിയൊരു പ്രതീക്ഷയ്ക്ക് തിരികൊളുത്തിയെങ്കിലും അത് അങ്ങനെ തന്നെ ഏതോ കാറ്റ് തടഞ്ഞു പോയിട്ടുണ്ട്. അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം. റെഡി? ടീം ബിയുടെ കാര്യം ഒന്നും പറയുന്നില്ല. വേണ്ട. കൂടമുകിഴിഞ്ഞൊഴുമ്പി വേലിയിളുപൂ ലിംഗാനമ്മോ നിഴിമീട കൂടമുകിഴിഞ്ഞൊഴുമ്പി ലിംഗാനമ്മോ ആവേശം, അഹങ്കാരം. കൈക്കൂടെന്ന നിറയെ തിരുമധുരം തരും ഏറ്റവും അവസാനത്തെ പാട്ടാണ്. ഇതിൽ 4 പേര് ഒരു ടീം. ഇനിയും നിങ്ങൾ ജയിച്ചില്ലെങ്കിൽ നിങ്ങൾ കുമ്പിട്ട ശിരസുമായിട്ട് ഫ്ലോറിൽ നിന്ന് ഇറങ്ങിപ്പോകും. അവസാനത്തെ പാട്ട് തരട്ടെ? ഓക്കെ, ലാസ്റ്റ് പാട്ട്. നെന്നിപ്പാലുണ്ണിക്കരിത്തി പുൾമ്പൊത്തു കയ്യും മൃഗവും തമാറേ വേണോവേ നെന്നിപ്പാലുണ്ണിക്കരിത്തി പുൾമ്പൊത്തു കയ്യും മൃഗാതു തമാറേ വേണോവേ. എടാ, അത് ആദ്യം ഞെക്കുന്ന ആളല്ല മത്സരിക്കുന്നത്, വിജയിക്കുന്നത്.
പെണ്ണെ കൈകൊട്ടു പെണ്ണെ കുട്ടി എന്റെ മാനം കാത്തു. സംശയമില്ല, ഈ റൗണ്ടിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ടീം എ. ശരി, തുടങ്ങിയാലോ? 3, 2, 1 സ്റ്റാർട്ട്. മഴനീർ തുള്ളികൾ. മഴനീർ 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 തുള്ളികൾ തുള്ളികൾ മഴ മഴ നീർ നീർ തീ. ഓ തീയല്ല. എന്താ പറഞ്ഞത്? മഴനീർ നീർ മഴനീർ തുള്ളികൾ. മഴനീർ തുള്ളികൾ. എൻ തണുനീർ 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 തഴുകി. തണു 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 തണു. നീർ 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 തേനല്ല ചേട്ടാ, നീർ. പാടി കേൾപ്പിച്ച് പാടിക്കോട്. മഴനീർ തുള്ളികൾ എൻ തണുനീർ തണുനീർ മഴനീർ തുള്ളികളെ. മഴനീർ തുള്ളികൾ എൻ മഴനീർ തുള്ളികൾ എൻ 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 എൻ. തണുനീർ തണുനീർ. അടുത്തത് പൂങ്കാറ്റിനോടും കിളികളോടും. പൂങ്കാറ്റിനോടും പൂങ്കാറ്റിനോടും കിളികളോടും. വേറെ ഇറയാ. പൊന്നാമ്പൽ പുഴയിറമ്പൽ. പൊന്നാമ്പൽ 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 ആമ്പൽ. പുഴ പുഴ അതന്നെ. ഈ മുകിലോ പുതുമഴ മണിയോ. നീ 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 മുകിലോ. നീ. ഓ നീ മുകിലോ മുകിലോ. പുഴ പുഴയോ. പുഴയല്ല ചേട്ടാ, മുകില് 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 മുകിൽ 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 മുകിൽ. നീ മുകിലോ. അതന്നെ അത്. പുതുമഴ പുതുമഴ പുതുമഴ. മണിയോ 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 മണി മണി മണി. മണി. നീ മുകിലോ പുതുമഴ മണിയോ മണിയോ. ഓക്കെ. മിനുങ്ങും മിന്ന മിനുങ്ങേ. മിനുങ്ങും 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 മിനുങ്ങും. മിന്നാ മിനുങ്ങേ. മിനുങ്ങും മിന്ന മിനുങ്ങേ. മിന്നി മിന്നി തേടുന്നതാരെ. തോളെ നീ പൂമുത്തോളെ 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 പൂമുത്തോളെ. നീ എരിഞ്ഞ. അയ്യോ അടുത്ത പറ. പൂമുത്തോളെ. നീ എരിഞ്ഞ 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 എരിഞ്ഞ. എൻ. അല്ല നീ 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 നീ. എരിഞ്ഞ. എരിഞ്ഞ 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 എരിഞ്ഞ. പഠിക്കാൻ പറ്റത്തില്ല ചേട്ടാ, കൈ തൂരുന്നില്ല. എരിഞ്ഞ എരിഞ്ഞ എരിഞ്ഞ. എന്റെ. അല്ല. അയ്യോ, അയ്യോ. എരിഞ്ഞ വഴി വഴി. പിന്നെ ഒരു വാക്കാ കിട്ടാത്ത. ആ ഇടയിലുള്ളൊരു വാക്കറിയില്ല. എരിഞ്ഞ എരിഞ്ഞ എരിഞ്ഞ. നീ നടന്ന തോളെ നീ എരിഞ്ഞ എരിഞ്ഞ കത്തിയിട്ട് എരിഞ്ഞ വഴിയിൽ എരിഞ്ഞ. എരിഞ്ഞ ഇതളായി എരിഞ്ഞ. അങ്ങനെ എഴുതി കാണിക്കാൻ പറ്റൂല. മനസ്സിലാവുന്നില്ലല്ലോ. ചിലങ്ക ഒരു ആത്മകഥം എന്നോണം പറഞ്ഞതാണ്. ഞാനത് കേട്ടു. നിങ്ങളാരും കേട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. 2 ഓലക്കീറും 2 പഞ്ഞിക്കെട്ടും. ഓക്കെ, കോടിയത്തിലേക്ക് തിരിച്ചു നോക്കൂ. ഓക്കെ. മധു, യെസ്, ഞാൻ ഈ കോട്ടിട്ട പോലെയാണ് ഒരാൾ ഇപ്പൊ ഇരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? ഹേമന്താണെങ്കിൽ പാട്ടിന് ട്യൂഷനൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ രണ്ടിലും തീരുമാനമാക്കൂപ്പ. റെഡി? 3, 2, 1 സ്റ്റാർട്ട്. മണി മുറ്റത്താവണി പന്തൽ പന്തൽ. മണി മണി മണി. മുറ്റം മുറ്റം. മുറ്റത്ത്. മുറ്റത്ത് ആവണി മണിമുറ്റത്താവണി അടിപൊളി അടിപൊളി. പോലെ തമ്പിൽ പന്തൽ ചീരപ്പൂവുകൾ. ചീര 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 ചീരപ്പൂവുകൾ. ഉമ്മ
ഒന്ന് ചീര 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 പൂവുകൾ ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണം. ദും 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 ദൂരെ ഏതോ Next one, രാഖിലി. തും 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 ദൂരെ ദൂരെ അയ്യോ ദൂരെ, ദൂരെ തും 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 ദൂരെ ഏതോ രാക്കിളി രാക്കിളി പാട്ട് ദും 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 ദൂരെ ഏതോ രാഖിലി. നിലാവേ നിലാവേ നീ അഭിനയിച്ച സിനിമ ആ. നിലാവേ നിലാവേ നിലാവ് അല്ല ആകാശത്താണ് നിലാവ് നിന്റെ മുഖത്തല്ല നിലാവ് നിലാവേ നിലാവേ നീ മയങ്ങല്ലേ നിലാവേ നിലാവേ നീ മയങ്ങല്ലേ കറക്റ്റ് വേഗം 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 നിലാവേ പാട്. നീ മയങ്ങല്ലേ നിലാമലരെ. ഇതൊക്കെ ഞാൻ കാണിക്കും. നിലാമലരെ നില ഈ കളർ പച്ച, നീല നീല നില നീല നില മലര് മലര് പൂ കാണിച്ചോട്. എന്താ പൂ 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 വേറെ തമിഴില് മലർ. മലർ നില മലരെ നിലാമലരെ നിലാമലരെ പ്രഭാകിരണം കാറ്റ്. നീ വീശരുതിപ്പോ. കാറ്റ് 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 നീ വീശരുതിപ്പോ എന്താ പറ കാണിക്ക് ഇരിക്ക്, ഇരിക്ക്. കാറ്റ് കാറ്റ് കാറ്റേ നീ വീശരുതിപ്പോൾ ഡെഡ് ബോഡി ഉണ്ടെന്ന് പറഞ്ഞല്ലോ സാർ. മാത്തു എടാ ഹേമന്തേ ഒരു രക്ഷയില്ലാത്ത ജഡ്ജ്മെന്റ്. കാരണം ഇതിനകത്ത് കിട്ടാവുന്ന മാക്സിമം ഓളിയത്തിലാണ് ചെവിയിൽ കൊടുത്തിരുന്നത്. ഇനി കേൾക്കുന്നുണ്ട് ഇനി എങ്ങാനും കേട്ടാലോ എന്നൊക്കെ സംശയത്തില് ഇത് ഒരിക്കലും പിടിക്കരുത്. പക്ഷെ ലിപ്പ് ഒരു രക്ഷയില്ല. അത് മാത്രമല്ല ഇത്രയും സൗണ്ട് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാലേ ഇവർ ഉറക്കായിരിക്കും പാടുന്നു. ഹേമന്തവൻ അല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇത് ഭയങ്കര കൺട്രോൾ ചെയ്ത കളിക്കുന്ന കളിയാ. ഞാൻ ഇന്നലെ വൈകുന്നേരം കൂടെ വീട്ടിലിരുന്ന് കളിച്ചിട്ട് തരിപ്പ് സിംഹാസനത്തിൽ സൂരജ് ഇരിക്കുന്നുണ്ട്. ഇവിടെ കിരീടവും വെച്ച് ഹരിതി നിൽക്കുന്നുണ്ട്. അതെ, തുടങ്ങിയാലോ നമുക്ക്? തുടങ്ങാം. 3, 2, 1 സ്റ്റാർട്ട്. അകലെ അകലെ നീലാകാശം അകലെ 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 നീലാകാശം അകലെ നീലാകാശം അകലെ നീലാകാശം അകലെ അകലെ നീല പറ അകലെ 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 നീലാകാശം അകലെ അകലെ നീലാകാശം പറ. അകലെ അകലെ നീലാകാശം അകലെ അകലെ ആ പാട്. പാട്. പാട്ടറിയണ്ടേ? അറിഞ്ഞൂടാ ഷവർമ ഷവർമ. അടുത്ത പാട്ട്. കരിനീല കണ്ണിലെന്തടി. കരിനീല കണ്ണി കരിനീല കണ്ണി അയ്യോ ഇതെന്താ അഭിനയിക്ക് അഭിനയിക്കാൻ പറ്റട്ടെ. കരിനീല കണ്ണിലെന്തടി കണ്ണെഴുതി കരിനീല കണ്ണിലെന്തടി കരിനീല കരിനീല. ഇതെല്ലാം സമയല്ലോ സമയല്ല വായിക്കേ. നീ ഒരു പുഴയായി നീ ഒരു പുഴയായി നീ പുഴ 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 പിയാനോ പിയാനോ പിയാനോ. പുഴ ഒഴുകുന്നു ഒഴുകുന്നു ഒഴുകുന്നു. ഇരുന്നോ എണീറ്റ് പോട്ടാ. എനിക്ക് പോണ്ടേ. നീ ഒരു പുഴയായി നീ ഒരു ഒരു പുഴയായി നീ ഒരു പുയലായോ പുഴ പുഴ നീ ഒരു പുഴ നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ നീ ഒരു പുഴയായി തഴുകുമ്പോൾ കുളിക്ക് സോപ്പ് തേക്ക് തഴുക തഴുക കൈ കഴുക കഴുകല തഴുക. ഇത് മലയാളത്തിൽ എഴുതി കാണിക്കണം എനിക്ക് അറിയില്ല. മലയാളമല്ലേ അടിപൊളി. മലയാളം അറിഞ്ഞൂടാ, പാട്ട് പറഞ്ഞൂടാ. അടുത്ത ബോംബെയിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. ഹിന്ദി പാട്ട് ഇന്നുവരെ കേട്ടിട്ടുള്ളൂ. യു ആർ മൈ ലവ്
യു ആർ മൈ ലവ്, യു ആർ മൈ പഞ്ചസാര, യു ആർ മൈ പഞ്ചസാര. പൊന്നും പൂവും വാരിച്ചൂടാം. പൊന്നും പൂവും, പൊന്ന് പൊന്ന് ഇത് പൊന്നല്ലോ. ഒന്നില്ലല്ലോ. പൊന്ന് പൊന്ന് ആ. പൊന്നും പൂവും പൂവും മോതിരപ്പൂവ്. ആ പൊന്ന് 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 പൊന്ന്. ആ വാക്കൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഹിന്ദിയിൽ പുലിയാ? ഗോൾഡ് സോന. മഴയോ? ഗോൾഡ് ഗോൾഡ് ഗോൾഡ്, സ്വർണം. ആ പൊന്ന് പൊന്ന്. എന്നെ സുഹൃത്തെ എന്നെ ഷോക്കടിപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ അല്ലെങ്കിൽ മനസ്സിലാവും. പൊന്ന് പൊന്ന് പൊന്ന്. ആ പൊന്നും പൂവും. പൊന്നും പൂവും. ആ പിന്നെന്തായിരുന്നു? വാരിച്ചൂടാം. വാരി ചൂടാം. അതൊക്കെ എങ്ങനെ കാണിച്ചു കൊടുക്കും? ഭാര്യ ഭാര്യ ഇങ്ങനെ എടുക്കൂല. അത് ഉള്ള പോലെ അങ്ങ് പാടിയാ മതി, അഭിനയിക്കണ്ട. ഞാൻ ലിപ്സ് കണ്ടുപിടിച്ചോളാം. ഇത് പാടിക്കോ. യെസ്. ചെല്ലം ചാടി പുൽച്ചാടി പാട്. ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി. ഞങ്ങൾ തോറ്റു. പാട്. ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി. കറക്കമോ? ചെല്ലം ചാടാം. ചാടി നടക്കണ പുൽച്ചാടി. പുൽച്ചാടി പുൽച്ചാടി ഇങ്ങനെ വരും. അതിങ്ങനെ പൈസ ഇങ്ങനെ മേടിക്കും. എന്റെ പൊന്ന് സുഹൃത്തേ, ഹിന്ദിയിൽ പുൽച്ചാടി ഉണ്ടോ? ഹിന്ദി അറിയോ? ഹിന്ദി അറിയോ? എനിക്ക് ഹിന്ദി അറിഞ്ഞു. ഹിന്ദി നെഹി. പുലരാൻ നേരം ജനവാതുക്കേ. പുലരാൻ പുഴയായി. പുലരാൻ പുലരാൻ കഴിഞ്ഞോ? പുഴലാ. പുലരാൻ പുയലായി. പുലരാൻ നേരം ജനവാദിക്കൽ. എന്റെ സിനിമയിലെ പാട്ട്. ഒരു നടന്റെ രോദനം. ഞാൻ ഈ ചെവയ്ക്ക് ഉദ്ദേശിച്ചു. എന്താ നടക്കണേ? എന്താ നടക്കണേ? ഇനി അവിടെ പാട്ട് സോറി അകലെ അകലെ. ഇത് ഞാൻ പാടിയില്ലേ അപ്പോഴേ ഫസ്റ്റ് അത് പാടി. ഏതാ പാടിയാലോ? മൈ ലവ് യു ആർ മൈ പഞ്ചസാര. അകലെ അകലെയും പാടി ഞാൻ. ബോംബെയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാ. ഹിന്ദി പാട്ട് മാത്രം കേട്ട് പരിചയമുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് എന്ത് പഠിക്കാത്തത് ഭാഗ്യം. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. സത്യം. 2 പാട്ട് കിട്ടി ഞങ്ങൾക്ക്. നമ്മുടെ റോക്ക് ആൻഡ് റോളിന്റെ ചരിത്രത്തിൽ ഇത്രയും കാലം മത്സരിച്ചിട്ട് ഞാനില്ല, ഐ ക്വിറ്റ്. അതേതാണെന്നറിയോ? സ്വന്തം പാട്ട്, സ്വന്തം പാട്ട്, എന്റെ പാട്ട്. പുലരാൻ നേരം ജനവാദിക്കൽ. എന്തോന്ന് എങ്ങനത്തെ കേട്ടപ്പോഴത്തേക്ക് ഇത് വലിച്ചൂരി എറിഞ്ഞു. ശരി, അല്ലല്ല, അടുത്തത് കറക്കലല്ലേ? കാണിച്ചു തരാം. ഇങ്ങോട്ട് കല്ലു മാത്തു. റോക്ക് ആൻഡ് റോളിന്റെ ചരിത്രത്തിൽ ഒരുപാട് പേര് മാറ്റുരച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ റൗണ്ടിൽ ഏറ്റവും കുറച്ച് പാട്ടുകൾ കണ്ടുപിടിച്ചതിന്റെ റെക്കോർഡ് അത് ഈ തവണ അവകാശപ്പെട്ടിരിക്കുന്നത് ടീം ബിക്കാണ്. അതെ, നമ്മുടെ ഈ ചരിത്രത്തിൽ ഈ 2 പാട്ടുകൾ മാത്രം കണ്ടുപിടിച്ചേക്കണേ വേറെ ഒരു കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടില്ല. സുരേഷ്, നിനക്ക് അഭിമാനിക്കാം. അതെ. ശരി, അപ്പൊ എന്തായാലും ഈ റൗണ്ടിൽ 10ൽ 10 പാട്ടുകൾ പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ ടീം മാത്രമാണ്. അത് തീർച്ചയായിട്ടും ടീം എ ആണ്. ഈ റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നു ടീം എ. ഒരു പൊളിച്ച കൈഡി കൊടുത്ത ഒരു പൊളിച്ച കൈഡി. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. ഈ റൗണ്ട് വളരെ സിമ്പിൾ ആണ്. അപ്പുറം നിൽക്കുന്ന ആൾക്ക് നമ്മൾ ബണ്ണ് കൊടുക്കും കഴിക്കാൻ വേണ്ടിട്ട്. ഇപ്പുറം നിൽക്കുന്ന ആളെ നമ്മൾ ഇങ്ങനെ ചക്രത്തിൽ കെട്ടിയിടുകയും ചെയ്യും. എന്നിട്ട് ഈ ബണ്ണ് വെച്ചിരിക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ 1-2 പാട്ടുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. വരികളായിട്ടൊന്നും പറയൊന്നുമില്ല, ജസ്റ്റ് 2 വാചകങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് പാട്ടായിട്ട് പാടരുത്. അതാ വാക്കുകൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് വേണം പുള്ളിയെ കൊണ്ട് പാടിക്കാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കറക്കാൻ വേണ്ടിട്ട് നമ്മൾ 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വന്നിരിക്കുന്ന ആളുകളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ ടിൻഡുമോൻ, രണ്ടാമത്തെ ആൾ ടിൻഡുമോന്റെ മോൻ. അപ്പൊ ഇതാ വരുന്നു ടിൻഡുമോനും ടിൻഡുമോന്റെ മോനും. ശരി, അപ്പൊ അങ്ങനെയാണ് ഈ മത്സരം തുടങ്ങാം.
ആദ്യത്തെ പാട്ട് പാത്തോ. യെസ്. താമര കണ്ണൻ. മറ്റേ കിട്ടി. ഓക്കെ ഓക്കെ. പതുക്കെ 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 കറങ്ങണേ, പതുക്കെ കറങ്ങണേ, പതിയെ 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 കറക്കിയാ മതി. താമര കണ്ണൻ ഉറങ്ങണം. ഒരു മിനിറ്റ്. കണ്ണും താമരയും കിട്ടിയിട്ട്. താമര കണ്ണനും. അടിപൊളി. ഞാൻ അടുത്ത പാട്ട്, അടുത്ത പാട്ട്. വേഗം പറയടി. അടുത്തത് മെല്ലെ 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 ബാലൻസ്. ഒരു വൃത്തിക്ക് പറയടി. ഒരു വല്ലം. ഒരു വല്ലം പൊന്നും മുത്തുച്ചിപ്പിയോ? മുത്തുച്ചിപ്പി. പാട് പാട്. അടുത്താണോ? എന്ത് ചിരിക്കരുത്. മനസ്സ് തലയ്ക്കോ? അങ്ങോട്ട് തിരിയില്ലേ? കാണിച്ചു കൊടുത്തോടാ. കറുപ്പ് കറുപ്പ്. കറുപ്പിനഴകോ? ആ കറുപ്പിനഴക്. ഓ അയ്യോ. പതിയെ 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 പതിയെ. അടുത്ത അടുത്ത. കള്ളി കള്ളി കള്ളിപ്പൂങ്കുയിലാണോ? കള്ളിപ്പൂങ്കുയിലേ. അടിപൊളി അടിപൊളി. 5 പാട്ടും പാടിയിരിക്കുന്നു. 5 പാട്ടും പാടിയിരിക്കുന്നു. കൃഷ്ണപ്രഭ. ഞാനെല്ലാം പാടിയല്ലേ. 5 എണ്ണത്തിൽ 5 പറഞ്ഞുകൊണ്ട് ഹേമന്തും കൃഷ്ണപ്രഭയും ഒരിക്കൽ കൂടി ചരിത്രം കുറിച്ചിരിക്കുന്നു റോക്ക് ആൻഡ് റോളിൽ. കല്ലു ബണ്ണ് കൊടുത്തില്ലേ? കൊടുത്തു കൊടുത്തു. ഇവിടെ കുരിശേല ആള് റെഡിയാണ്. പിന്നെ കറക്കി തുടങ്ങിയാലോ? ഞാൻ പാട്ട് കൊടുക്കട്ടെ? കൊടുത്തോ? അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറയാതെ പറയാതെ അറിയാതെ നീ പോയതല്ലേ. അയ്യോ. ഓ പൊളിച്ചു പൊളിച്ചു. പ്രാണനോ? പ്രാവോ? പ്രാണൻ. പാവം. പ്രായം. പ്രായം നമ്മിൽ. ആ പ്രായം തമ്മിൽ പ്രേമം നൽകി. പാട്ട് അങ്ങനെയല്ല. പ്രായം തമ്മിൽ മോഹം നൽകി. എന്തോ നൽകി. വിമ്മ. എന്ത്? കേക്കാം. തെന്നലെ തെന്നലെ. അല്ലല്ല പെണ്ണ് കുത്തിക്കരുത്. വെണ്ണില. ചന്ദനക്കിണ്ണം. നിന്നെ എന്തോ ചെയ്ത് വിളിക്കട്ടോ? വെണ്ണീല കൊമ്പിലെ. ആ വെണ്ണീല കൊമ്പിലെ. അയ്യോ. ഒരിക്കലോ? ഒരു കുടം. ഒരു കിളിയോ? ഒരു ആക്ഷനില്ല. കിളി. ഒരു മിനിറ്റ്. ഒരു കിളി വന്നു. അതെ ഞാൻ അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ. ഇറക്കുന്നുണ്ട്. മണ്ണൊക്കെ കഴിച്ച് ഇറക്കി. ആ ഒരു കിളി പാട്ട് മൂളവേ. പെണ്ണ് കഴിക്കണ്ട. ഞാനും തിന്നാ മതിയായിരുന്നു. ഇന്നലെ തിങ്കളെ
ബണ്ണ് വീണ്ടും വേണ്ടി വരും. ബണ്ണ് മൊത്തം തിന്നുന്നു ഈ കുട്ടി. 2.5 ബണ്ണ് തിന്നു. ഒരു മത്സരത്തിന് 2.5 ബണ്ണോ? തിന്നല്ലേന്നോ ചിന്നമ്മ പറ. അടികുഞ്ഞി പെണ്ണമ്മ. ഏയ്, അടിപൊളി അടിപൊളി. നിർത്ത്, സ്റ്റോപ്പ് ചെയ്യ്. മതിയാക്ക്. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത നേരെ സ്റ്റോപ്പ് ചെയ്യ. മാത്തു, ആ, ഹരിതയാണ് വരുന്നതെങ്കിൽ ഞാൻ പെട്ടുപോയെ. അതെ. കാരണം ഞാനിത് മൊത്തം ഇംഗ്ലീഷിൽ എഴുതി കാണിച്ചു കൊടുക്കേണ്ടി വന്നേ. ഓ, പെട്ടുപോയനെ. പിന്നെ ഇപ്പൊ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, സൂരജിനെ ഇങ്ങനെ കാണിക്കാം. ഇത് ഇങ്ങനെ കാണിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സമാധാനിക്കാം. 5 പാട്ടേ ഉള്ളൂ. അത് കാരണം കൊണ്ട് നിനക്ക് ഒരുപാട് കറങ്ങേണ്ടി വരില്ല. അതെ, മെല്ലെ കറക്കണേ. ശരി, അപ്പൊ തുടങ്ങിക്കോ. ജനാധിപത്യത്തിന്റെ കാവലാളാണ് ഇപ്പൊ ബണ്ണും വെച്ച് നിൽക്കുന്നത്. ബണ്ണ് ഉള്ളിലോട്ട് വെച്ചോ, ഉള്ളിലോട്ട് പുള്ളു കുത്തിക്കയറ്റ്. മാനം. ആ. ഏ? ഏ? മാനം. മാനം തെളിഞ്ഞേ വന്നാൽ അതാണ്. അത്ഭുതം, അത്ഭുതം. പിന്നെ സെലിബ്രിറ്റി ആദ്യം പാട്. എന്റെ കൽവിലെ വെണ്ണില. എന്റെ തെങ്കാശി. എന്റെ തെങ്കാശി ഏ? ഇതെനിക്ക് അറിയാത്ത പാട്ടാ. എന്റെ തെങ്കാശി തമിഴോ? എന്റെ തെങ്കാശി തമിഴ് പട്ടണം. ഇങ്ങോട്ട് നോക്കരുത്. എന്റെ തെങ്കാശി തമിഴ് പഞ്ചറ പണി. എന്റെ തെങ്കാശി ഏതാ ഏതാ? എന്റെ തെങ്കാശിയാണോ ഇപ്പോഴും? എന്റെ തെങ്കാശി തമിഴ്. അയ്യോ, പറഞ്ഞതാ. അടുത്തത് പറ. പനീരാ. അയ്യോ, എന്റെ അമ്മേ, വേഗം മുകളിലേക്കാക്ക്. നിങ്ങൾ താഴെ കുറെ നേരം വെക്കില്ല. അടുത്തതാ പറ. നീയൻ കിനാവോ? ഏ? നീ അടുത്തത്. അടുത്ത പാട്ട്, അടുത്ത പാട്ട്. എന്താ? കിട്ടിയോ? എന്ത് പൂക്കൾ? അയ്യോ, എന്ത് പൂക്കൾ? കണിപ്പൂക്കളോ? ഇംഗ്ലീഷാ? റൺ പൂക്കളോ? ഏ? അടുത്തത്. അയ്യോ, ഇനിയില്ല. അടുത്ത ലിസ്റ്റ്. അയ്യോ, അങ്ങനെ പാടിക്കൂടാ. എന്താ എന്താ? ഭാഗ്യത്തിന് കേട്ടില്ല. അത് ഭാഗ്യത്തിന് കേട്ടില്ല. പെട്ടെന്ന് തിരികെ ചേട്ടാ, നേരെ വെക്കൂ. പാടരുത്. നീ 10, 9, 8, 7, 6, പാട്. എന്നാ നിർത്തി 5, 4, മതി മതി. 3, 2, 1. ടൈം ഔട്ട്, ടൈം ഔട്ട്. ആ വെണ്ണങ്ങടെ വിഴുങ്ങിക്കോ ആദ്യം. ഇനി ആ പറഞ്ഞ ഓരോരോ പാട്ടായി പ്ലേ ചെയ്യാം. ആദ്യം പറഞ്ഞ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഇതെന്ന് ഓർക്കണ്ടോ? മാനം തെളിഞ്ഞു നിന്നാ. മാനം തെളിഞ്ഞേ നിന്നാൽ. അത് പാടി. അടുത്ത പാട്ട് ഒന്ന് പ്ലേ ചെയ്തേ. പൈങ്കിളിയാ പറഞ്ഞാ പോരായിരുന്നോ? സൂരജ്, നീ ചെയ്തത് വലിയൊരു തെറ്റായി പോയി. ഒരു കത്തി കിട്ടുമോ? ഇവിടെ കുത്തി മരിക്കാറാ. എനിക്കതോട് പറഞ്ഞാ പോരായിരുന്നോ? പൈങ്കിളിയോട് പറഞ്ഞാ പോരായിരുന്നോ? അടുത്ത പാട്ടിട്ട് കൊടുത്തേ. ഇതായിരുന്നോ? ഇതായിരുന്നോ? പറഞ്ഞ പോരായിരുന്നോ? ഇത് പറഞ്ഞില്ലല്ലോ. പാടി പാടി പാടി. പാടിയാ? ഇനി അടുത്ത പാട്ടാണ് ഏറ്റവും രസം. മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട്. ബണ്ണ് വെക്കാതെ ഒന്ന് പാടിയ. ഒരു മിനിറ്റ്. കൺഫ്യൂഷൻ.
കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. അത് പ്രേക്ഷകരുണ്ടല്ലോ ഇപ്പൊ പറയണ ഒരു കാര്യം അറിയോ, അവളെ കെട്ടിട്ടാ മാത്രം പോരാ, ചോരലിൽ അടിക്കോടി ചെയ്യണം. ശരി, അപ്പൊ എന്തായാലും ഈ റൗണ്ടിന്റെ ഫലം പ്രഖ്യാപിക്കേണ്ട സമയമായി. ടീം ബീനെ നമുക്ക് തൽക്കാലത്തേക്ക് മത്സരത്തിൽ ഒഴിവാക്കാം. കാരണം എന്താണെന്ന് വെച്ചാല് വെറുതെ നമ്മൾ എന്തിനാ അതിനെ കുറിച്ച് പറഞ്ഞ് അവരെ വിഷമിപ്പിച്ച് പിന്നെ നമ്മൾ അവരുടെ മാർക്ക് പറഞ്ഞ് സമയം പറഞ്ഞ്. ഇപ്പൊ എന്റെ ലക്ഷ്യം ഇതെങ്ങനെ ഇവിടുന്ന് നിങ്ങൾ കാണാതെ എടുത്തോണ്ട് പോവാന്നുള്ളതാണ്. ആളെ നിർത്തിയിട്ടുണ്ട് നമ്മൾ അതൊക്കെ. അപ്പോ നമുക്ക് എന്തായാലും തൽക്കാലം അവരെ അങ്ങോട്ട് മാറ്റിയിരുത്താം. പിന്നെ മത്സരം നടന്നതെന്ന് പറയുന്നത് ടീം എയും സിയും തമ്മിലായിരുന്നു. രണ്ടുപേരും 5 പാട്ടുകളും പറഞ്ഞു. പക്ഷെ അതിൽ തന്നെ ഏറ്റവും കുറച്ച് പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ തർക്കമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, അത് ടീം സി അല്ല ടീം എ. ജോസഫ്, കുട്ടിക്ക് മലയാളം അറിയാം? ഇതാ വന്നെത്തിയിരിക്കുന്നു ദ ബ്യൂട്ടിഫുൾ ജുവാന. പോളണ്ടിൽ നിന്ന് ഇവിടെ വരെ നമ്മുടെ കൂടെ മത്സരിക്കാനായി വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കുട്ടിയാണ്. പോളണ്ടിനെ കുറിച്ച് കടഞ്ഞെടുത്ത രാഗമുത്തു പോലെ. ഞങ്ങൾ ലാസ്റ്റിലേക്ക് വെയിറ്റ് ചെയ്യാറുണ്ട്. അതെ മാധു, അരുണിന്റെ ഒരു ഇത് കണ്ടോ, നമ്മള് 4ാമത്തെ റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതല്ലേ ഇത്? അതെ, ഹേമന്തിന്റെ മുഖത്ത് കണ്ടോ, വല്ലപ്പോഴും ഒരിക്കലെങ്കിലും തോക്കുമ്പോ കിട്ടുന്ന ഒരു വിഷമല്ലേ? ഇടയ്ക്കൊന്നും അറിയണം. ഉള്ളിലെ വില്ലൻ. പുറത്തൊരറിയണ്ട, നമുക്ക് അങ്ങനെ ഇല്ലല്ലോ. റെഡി, അടുത്ത പാട്ട് ജുവാന, നെക്സ്റ്റ് സോങ്. ആരാ ഒന്നാരാ? 1-1. ചൂളമടിച്ചു കറങ്ങി നടക്കും കുയിലിനു കല്യാണം. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിനു കല്യാണം. ആലിൻ കൊമ്പത്തന്തിയുറങ്ങണൊരോളി ഞാലിക്ക് പൂത്തായി. ആറ്റിലൊളിച്ചു കളിക്കണ നീനേ കാട്ടിൽ കുറുകുഴലൂതണ കാറ്റ്. ആറ്റിലൊളിച്ചു കളിക്കണ നീനേ കാട്ടിൽ കുറുകുഴലൂതണ കാറ്റ്. കാൽകള കെട്ടി കൈകള ചാർത്തി കല്യാണത്തിനു കൂടെ ചൂളമടിച്ചു കറങ്ങി നടക്കും. ലാസ്റ്റ് റൗണ്ടിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിട്ട് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോ അഹങ്കാരം കാണിച്ച ടീം ഏതാ? ടീം സി. നമ്മൾ ഭയങ്കര ടഫ് ആയിട്ടുള്ളത് മാത്രമേ പറയൂ. ആണോ? അന്ന് ടഫ് ആയിട്ടുള്ള പാട്ട് വരും. ഞാൻ നെക്കി പാട്. കച്ചേരി പാടാമെടി പാടുമ്പോ പൂക്കും കച്ചേരി പാടാം. കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും കോരും നൊടി കോരുമ്പം പൂക്കൊമ്പത്താടും നൊടി അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വൈലേ വൈലേ വെറുതെ തരുമോ ഇരുനാടിൽ വിറകെ കൊണ്ടു
പ്രേക്ഷകർ മുഴുവൻ ആവേശത്തിൽ ഇങ്ങനെ ശ്വാസം അടക്കി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ മുഴുവൻ TV കാണുന്നവർ മുഴുവൻ കളിച്ചു കാണും. സൂരജിന്റെ ഒരു ആവേശം കണ്ടു. അതെ അതെ. ഓക്കെ, അടുത്ത പാട്ട്. വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗാന രീതിയാണ്. 10, 9, 8, 7. മാധവേട്ടനെങ്ങും മൂക്കിൻ തുമ്പിനാണ് കോപം, ചുമ്മാ കൂടെ നിന്നു തന്നാൽ നിന്നെ സ്വന്തമാക്കിയതാ. ഒരു ഗംഭീര കേടി കൊടുത്ത ജുവാനയ്ക്ക്. Ladies and gentlemen, put your hands together for Juana. അയ്യോ, ജുവാനൊക്കെ പെട്ടെന്ന് നാണൊക്കെ വന്നു. ഒരു പോളുണ്ടായിരിക്കും നാണം വന്ന് ഞാനിപ്പോഴെ കാണുന്നു. നാണൊക്കെ ഉണ്ടോ? അടുത്ത പാട്ട്. നെക്സ്റ്റ് സോങ്. ആരാ ഒന്ന്? പാട്. കെട്ടില്ലേ കെട്ടില്ലേന്ന് കള്ളച്ചെറുക്കിന് കല്യാണം. കെട്ടില്ലേ കല്യാണമേളോ. കെട്ടില്ലേ കെട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം. കെട്ടില്ലേ കല്യാണമേളം. കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം. കനവിൽ കണ്ടൊരു മുത്താരം. കല്യാണം. കേട്ടില്ലേ? അയ്യോ, എന്റെ പൊന്നോ, എന്തൊരു ഡാൻസ് ആയിരുന്നു. ആ ജുവാന പാവത്തിനെ പിടിച്ച് കറക്കി കളഞ്ഞു. എനിക്കിവിടത്തെ കേരളത്തിലെ പിള്ളേരൊന്നും പോരാ. എനിക്കൊക്കെ കുട്ടികൾ വേണം. അതെ അതെ. ഞാനൊരു കാര്യം പറയട്ടെ, നീ അവിടെ ആദ്യം ഹരിതയായിട്ട് ഭയങ്കര കളിച്ചോണ്ടിരുന്നിട്ട്. അല്ല, ഹരിതയ്ക്ക് എന്നെ വിടാൻ മടി. ഇവിടെ നിന്ന് കളിച്ചാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുന്നേ. നമ്മള് വിടോ? ഞാനൊരു കാര്യം പറയട്ടെ, ഈ 2 പെൺകുട്ടികളുടെ ഇടയ്ക്ക് ഇവനിങ്ങനെ പെട്ടുപോയി പോവും. ഇത് 2 ഒന്ന് ഇത് 2 ഇത്. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. കൺഫ്യൂഷൻ. പൊളിച്ചു മുന്തേ പൊളിച്ചു. സൂരജ് നോക്ക്, ഒരു ഹീറോയിസം വന്നിട്ടില്ല. ആ കൈ കെട്ടി അവിടെ വന്നിട്ട് കളിച്ചപ്പോ കുഴങ്ങിപ്പോയി. തിരിച്ചപ്പോ അത് കാണിക്കണ്ടെന്ന് ശ്വാസം. ഞാൻ വിചാരിച്ചത് ജാടയായിരിക്കും. അത് മാത്രം ജുവാനെ, പാവം ജുവാന, ഇത്രയും ഹൈറ്റുള്ള ജുവാനെ കറക്കി അങ്ങോട്ട്. ജുവാന എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോ അതിന്റെ കൂടെ അവനും കറങ്ങും. എങ്ങനെ? അല്ലേ, എനിക്ക് കറങ്ങാൻ ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഞാനപ്പോ കറങ്ങി കാണിച്ചു കൊടുത്തു. അത് കണ്ടിട്ടെങ്കിലും ഒന്ന് കറങ്ങട്ടെ. എന്തായാലും അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോകാനുള്ള സമയമായി. ജുവാന, നെക്സ്റ്റ് സോങ്. നേരത്തെ നിന്ന് പാട്ട്. നേരത്തെ പാടിയതാ. അത് കേട്ടില്ലേ? അയ്യോ, ഞാനിപ്പോ അതന്നെ പിടിച്ചോണ്ടിരുന്നേ. 8, 7, കാര്യമുണ്ട്. 6, 5, 4, 3, 2, 1. ടൈം ഔട്ട്. നിങ്ങൾക്ക് ടീം എക്കും സിക്കും വേണ്ടിട്ട് ഒരു പ്രാവശ്യം കൂടെ പാടിത്തരും.
സത്യത്തിലുണ്ടല്ലോ ഈ ആവേശമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാട്ട് പാടി ഉടനെ ഹേമന്ത് ഒരു വരവ് വരും കൃഷ്ണയെ പോലും നോക്കാതെ എന്നിട്ട് ഇവിടെ ഒന്ന് മാത്രം വെറുതെ ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യം സംസാരിക്കാനുണ്ട്. സത്യത്തിലുണ്ടല്ലോ ഇവര് മാനസികമായിട്ട് എന്തൊക്കെയോ സ്റ്റെപ്പുകൾ കൈമാറുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ല മാനസികമായിട്ട് ഡാൻസ് അറിയാവുന്ന രണ്ടുപേരും എന്നിട്ട് നമ്മളെ പുച്ഛിക്കുന്നു. ശരി, അടുത്ത പാട്ട് ഓക്കെ. സൂരജ് പാട്. ശശികല ചാർത്തിയ വലയം തം തനനം 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 നം. ആണോ? ടീമേ ചെട്ടിക്കുളങ്ങര ഉത്സവം കണ്ടു നടക്കുമ്പോൾ കൃഷ്ണപ്രഭയും ഹേമന്തും വിജയിച്ചിരിക്കുന്നു. ഒന്നാമത്തെ റൗണ്ട് മുതൽ 4ാമത്തെ റൗണ്ട് വരെ എല്ലാത്തിലും വിജയിച്ചിട്ട് ഏറ്റവും അവസാനത്തെ തുക കൈപ്പറ്റിയേക്കണ വേറെ ഒരാളുമില്ല നമ്മുടെ ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ ചരിത്രം. അത് മാത്രമല്ല എനിക്ക് നല്ലൊരു ദണ്ണുണ്ട്. കാരണം നല്ലൊരു സംഖ്യ ഇവർ കൊണ്ടുപോകാൻ പോകുന്നത് 5.5 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതിന്ന് എന്തെങ്കിലും നമുക്ക് ധാരമായിട്ട് തരുന്നുണ്ടോ? വാടേ നമുക്ക് പോവാം. പൈസ മേടിച്ചോ. നിന്റെ ടീം മെമ്പർ ഹരിതയാണ്. ഹരിതയുടെ കൈ പിടിക്കും. 5,50,000 രൂപ കൃഷ്ണപ്രഭ. ഇത് സ്വയംവര സിൽക്സ് ആൻഡ് ക്ലോസ് അപ്പ് കോ പ്രസൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ബ്ലോക്ക്ബസ്റ്റർ പാർട്ണർ YG, co-powered by Dr. Moms, Kairali TMC. Cosmetic partner Dazzler Etena, breakfast partner Eastern and electronics partner Pittapalli Agencies.